എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനാദിയിലെ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ദൈവീക പദ്ധതിയുടെ വിളംബരമാണ് മംഗളവാർത്ത. മനസ്സുകൊണ്ട് യൂദയായിലെ സ്ത്രീകൾ അത്രയും കൊതിച്ച വാർത്തയാണ്. അതായത് ദൈവത്തിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം. ദൂതന്റെ അധരങ്ങളിൽ മറിയം കേൾക്കുന്നത് കർത്താവിന്റെ അമ്മ. അനന്തമായ അനുസരണയും വിശ്വസ്തതയും ആവശ്യപ്പെടുന്ന നിയോഗം. സർവപ്രതാപിയും സർവശക്തനുമായ ദൈവം കേവലം നിസ്സാരയായ തന്റെ സൃഷ്ടിയുടെ സമ്മതം ചോദിക്കുകയാണ്. മറിയം വ്യവസ്ഥകളില്ലാതെ സമ്മതിച്ചതിനാൽ ദൈവം വാനോളം ഉയർത്തി തന്റെ സൃഷ്ടികളിൽ വെച്ച് ദൈവത്തിന്റെ അമ്മ എന്ന സവിശേഷമായ സ്ഥാനം നൽകി മറിയത്തെ അലങ്കരിച്ചു. രക്ഷകന്റെ ജനനത്തിന് സമ്മതം മൂളിയ മറിയം ഇളയമ്മയായ എലിസബത്തിനെ ദർശിക്കുന്ന മാത്രയിൽ എലിസബത്ത് രക്ഷകന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. അവൾ മറിയത്തെ ഇതാ കർത്താവിന്റെ അമ്മ എന്ന വാക്കിനാൽ അഭിവാദനം ചെയ്യുന്നു. ഈ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. മാഗ്നിഫിക്കാത്ത് എന്ന് ലത്തീനിൽ വിശേഷിപ്പിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, പുകഴ്ത്തുന്ന ഏറ്റവും മനോഹരമായ കീർത്തനമാണ് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 57 വചനങ്ങൾ. ദൈവം ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പരിശുദ്ധ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തും. മിക്കവാറും എല്ലാ ക്രൈസ്തവ സഭകളും ഈ മനോഹരമായ കീർത്തനം ദൈവസ്തുതിക്കായി ഉപയോഗിക്കുന്നുണ്ട്. സന്യസ്തരും വൈദികരും തങ്ങളുടെ യാമപ്രാർത്ഥനയിൽ ഈ ഭാഗം ആലപിക്കുന്നു. ദൈവിക സാന്നിധ്യം തന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്നറിഞ്ഞ മറിയം ദൈവം തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് ദൈവത്തിന്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞ മറിയം ദൈവത്തിന് കൊടുക്കുന്ന മഹത്തായ സ്തുതിയാണ് ഈ കീർത്തനം. തന്നെ ദൈവം തെരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് മറിയം പൂർണ്ണമായി താൻ എന്താകുന്നുവോ താനാക്കുന്നതെന്തോ, അതായത് തന്റെ ആന്തരിക വ്യക്തിത്വം, തന്റെ പൂർണ്ണമായ അസ്തിത്വം, അത് മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കുന്നു. എളിയവളായ തന്നെ ദൈവത്തിന്റെ അമ്മയാകാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ കരുണ അത് ലോകസമക്ഷം പ്രഖ്യാപിക്കുകയാണ് മറിയം. ഈ വലിയ ദൗത്യം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. നിർബന്ധത്തിന് വഴങ്ങിയല്ല, മനസ്സില്ലാ മനസ്സോടെയുമല്ല, വലിയ സന്തോഷത്തോടെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആനന്ദത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. സമ്പത്ത് നേടുമ്പോഴോ വിജയം കൈവരിക്കുമ്പോഴോ ഉള്ള ആനന്ദമല്ല, എല്ലാവരാലും പരിത്യജിക്കപ്പെടുമ്പോഴും ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പതറാതെ നിർത്തുന്ന സന്തോഷം. അതായത് ദൈവം എന്നോടുകൂടിയുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, എനിക്കൊന്നും ഇനിമേൽ സംഭവിക്കുകയില്ല, എന്നെ അവിടുത്തെ ഉള്ളം കൈയിൽ ചേർത്ത് വെച്ചിരിക്കുന്നു, ഇനി ഞാൻ അനാഥയല്ല, ദൈവമായി അവിടുന്ന് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. മറിയത്തിന്റെ ഉദരത്തിൽ ശക്തനായ ദൈവം ഒരു ശിശുവായി രൂപപ്പെട്ടു കഴിഞ്ഞു. ദൈവം മറിയത്തിന്റെ താഴ്മയാണ് തൃക്കൺ പാർത്തത്. എളിയവരെ ഉയർത്തുന്ന, ചെറിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവർത്തനമാണ് മറിയം സ്തുതി കീർത്തനമാക്കിയത്. മറിയത്തെ ഉന്നത സ്വർഗത്തിന്റെ രാജ്ഞിയാക്കിയത് എങ്ങനെയാണ്? സുവിശേഷങ്ങളിൽ ഒരിടത്തും യേശു മറിയത്തിന്റെ മകനാണ് എന്ന അവകാശവാദം മറിയം നടത്തുന്നില്ല. യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോഴോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴോ ഇതെന്റെ മകനാണ് എന്ന് അമ്മ പറയുന്നില്ല. മകൻ അപമാനത്തിന്റെ ചിഹ്നമായ കുരിശുമെടുത്ത് ദയനീയമായി സഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ അമ്മ കരഞ്ഞുകൊണ്ട് മകന്റെ പിന്നാലെ നടക്കുന്നത്. കുരിശിന്റെ ചുവട്ടിൽ ഈ അമ്മയുണ്ട് മകന്റെ കൂടെ. മകന്റെ ജീവനറ്റ ശരീരം മടിയിൽ ചേർത്ത് വെച്ച് കരയുന്ന അമ്മ. വചനത്തിലൂടെ തന്റെ ഉദരത്തിൽ കടന്നു വന്ന ദൈവം സഹനത്തിലൂടെ ദൗത്യം പൂർത്തിയാക്കി ജീവൻ വെടിഞ്ഞ സമയം മറിയം
താൻ ഏറ്റെടുത്ത വചനം തിരികെ ദൈവത്തെ ഏൽപ്പിക്കുന്ന സമയം വരെ ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുകയായിരുന്നു. ഇവിടെ ഈ സ്തുതിപ്പിലൂടെ മറിയം നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം മനുഷ്യർക്കോ, മനുഷ്യർ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങൾക്കോ, കീർത്തിക്കോ, അറിവിനോ ആത്യന്തികമായി മനുഷ്യനെ സഹായിക്കാൻ പറ്റില്ല. കർത്താവ് നമ്മെ സഹായിച്ചില്ല എങ്കിൽ, പുത്രന്റെ രക്തം നമ്മെ പൊതിഞ്ഞില്ല എങ്കിൽ, പരിശുദ്ധ അമ്മ നമ്മെ കാപ്പയ്ക്കുള്ളിൽ കരുതിയില്ല എങ്കിൽ, ഒരു നിസ്സാര പുഴുവിന് പോലും നമ്മെ ഇല്ലാതാക്കാൻ പറ്റും. നമ്മുടെ നിസ്സാരത നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതം ദൈവം ഏൽപ്പിച്ചു തന്ന ഒരു പൂജാപാത്രമാണ്. ഇതിൽ നാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നിക്ഷേപിക്കരുത്. ദൈവം തന്ന ഈ ജീവിതത്തിന് മഹാ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ നമുക്കും അമ്മയോട് ചേർന്ന് ഈ കീർത്തനം പാടാം. ഏവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളങ്ങൾ. നന്ദി.